നമ്മൾ എനിക്ക് തോന്നുന്നു 1/3 nm v bar square പ്രഷറിന്റെ ഇക്വേഷൻ അവിടെ വരില്ലേ ഇത് pressure is equal to 1/3 nm v bar square. അതുവരെയും ചെയ്തല്ലേ കാർത്തി? 1/3 nm v bar square. അതായത് വിക്ക് വി എക്സ് ഉണ്ട്, വി വൈ ഉണ്ട്, വി ഇസഡ് ഉണ്ട്. അങ്ങനെ 3 കമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ വി ബാർ എന്ന് പറയുന്നത് ടോട്ടൽ, ഇപ്പം വി എക്സ് സ്ക്വയർ പ്ലസ് വി അങ്ങനെ ടോട്ടൽ ആണെങ്കിൽ അതിൻ്റെ 1 പാർട്ട്. സോ ദ പ്രഷർ ഇൻ 1 ഡയറക്ഷൻ, അങ്ങനെ ഒരു ഡയറക്ഷനിൽ എടുത്ത് കഴിയുമ്പോൾ 1/3 nm v bar square. ഇനി നോക്കിയേ, ഈ പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 nm v bar സ്ക്വയറിനെ ഒരു വോളിയം കൊണ്ട് ഹരിക്കുക, ക്യാപിറ്റൽ വി. ഇവിടെ ഒരു ക്യാപിറ്റൽ വി കൊണ്ട് ഹരിച്ചാൽ തന്നെ അങ്ങനെയാവും 1/3 nm എന്ന് പറഞ്ഞാൽ എന്നാ, n ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലേ. ടോട്ടൽ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പം ടോട്ടൽ മാസ്സായി. അപ്പം ടോട്ടൽ മാസ് ഏത് n ഇൻറ്റു എം. ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ളത് എങ്ങനെയാകും? ഡെൻസിറ്റി ആകും. സോ 1/3 റോ വി ബാർ സ്ക്വയർ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു, അടുത്ത ഇക്വേഷൻ, പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ. ഇത് എഴുതിയില്ലായിരുന്നല്ലോ. ദിസ് ഈസ് എ നെക്സ്റ്റ് ഇക്വേഷൻ. സോ പി ഈസ് ഈക്വൽ ടു 1/3 nm v bar square, or in terms of density p equal to 1/3 rho v bar square. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അത് സാറ് പഠിപ്പിച്ചു എഴുതിയായിരുന്നു നമ്മൾ 3/2 kBT. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. That means E by N is equal to 3/2 kBT, where kB is the Boltzmann's constant, T is the temperature, N is the number of molecule, E is the total energy. ഇനി ഈ E by N, okay, E by N is equal to, ഇവിടെ മുതൽ അപ്പം ഇന്ന് പഠിക്കുന്നത്, E by N is equal to this energy 1/3 nm v bar square എന്നിരിക്കട്ടെ, nm v bar square. അങ്ങനെയെങ്കിൽ ഇപ്പൊ നോക്കിയേ, E is equal to n ഇങ്ങ് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമല്ലേ ഇതിപ്പോ അല്ലേ. E is equal to ഈ ഇക്വേഷൻ ആണെന്നിരിക്കട്ടെ, അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ അല്ലേ. ഇനി ദ ആവറേജ് എനർജി കണ്ടുപിടിക്കണം നമുക്ക്. ആവറേജ് എനർജി കാണാൻ എനർജീനെ നമ്പർ ഓഫ് മോളിക്യൂൾ കൊണ്ട് ഹരിക്കണം. സോ ഇ ബൈ എന്നിന്റെ വാല്യൂ ഇതും കൂടെ ഒന്ന് അറിയണം. therefore E by N is equal to 3/2 kBT or E by N is equal to, ഓക്കെ, ഇതിനകത്ത് n ഇപ്പറേ ഉണ്ടെന്ന് അങ്ങ് ഓർത്താൽ മതി, 1/3 m v bar square. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് ഹെഡ്. ഇപ്പൊ ഈ വാക്കിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, വെലോസിറ്റി RMS, റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? സ്ക്വയർ എടുക്കണം ആദ്യം, മനസ്സിലാവുന്നുണ്ടോ? സ്ക്വയർ എടുത്തേച്ച് ഇങ്ങോട്ടും നോക്കിയാൽ മതി, മീൻ എടുക്കണം. സ്ക്വയർ എടുത്ത് അതിന്റെ മീൻ എടുക്കണം, മീൻ എടുത്തേച്ച് അതിന്റെ റൂട്ട് എടുക്കണം. മനസ്സിലായ കാർത്തി? നമുക്കിപ്പം വെലോസിറ്റി തന്നിട്ടുണ്ട്, വി എക്സും വി വൈയും വി ഇസഡും ആണ് വെലോസിറ്റി എങ്കിൽ
ആദ്യം ഇതിന്റെ സ്ക്വയർ എത്രയാകും? വി എക്സ് സ്ക്വയർ, വി വൈ സ്ക്വയർ, വി ഇസഡ് സ്ക്വയർ അല്ലേ? അതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം. 3 വെലോസിറ്റി ഉണ്ടല്ലേ, ഡിവൈഡ് ബൈ 3. അതിന്റെ റൂട്ട് എത്രയാകും? സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് കോൾഡ് വി ആർ എം എസ്. ഇതിപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ ഒരു ബോക്സിലിട്ട് കൊളൈഡ് ചെയ്യുക. ഇഫ് ദെയർ ആർ n പാർട്ടിക്കിൾസ്, വി ആർ എം എസ് ഈസ് ഈക്വൽ ടു വി വൺ സ്ക്വയർ പ്ലസ് വി ടു സ്ക്വയർ പ്ലസ് വി ത്രീ സ്ക്വയർ all divided by n. And if there are n particle, vn square capital N by capital N square root. That is called root mean square velocity. That means take the root of the mean of the square of the velocities. That is VRMS. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതി. 3/2 kBT ഇസ് ഈക്വൽ ടു, ഇത് രണ്ടിന്റെ ഇ ബൈ എൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 1/3 mv ബാർ സ്ക്വയർ. അപ്പൊ ഒന്ന് എഴുതി നോക്കി. 3/2 kBT ഇസ് ഈക്വൽ ടു 1/3 mv ബാർ സ്ക്വയർ. അതെല്ലാ ഡയറക്ഷനിലേക്കുള്ള ആവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ വി ബാർ സ്ക്വയറിനെ വി ആർ എം എസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. Then that is equal to 3/2 kBT equal to 1/3 m VRMS square. അപ്പോൾ VRMSന്റെ വാല്യൂ അവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? VRMS സ്ക്വയർ ഈസ് ഈക്വൽ ടു, അങ്ങോട്ട് പോകും അല്ലേ? VRMS സ്ക്വയർ ഈസ് ഈക്വൽ ടു എം താഴെ വരും. One minute. 3/2 kBT. ഇവിടെ ഒരു പ്രശ്നമല്ലേ, സോറി. ത്രീ ബൈ ടു kBT എന്ന് പറയുന്നത് എനർജി പെർ മോളിക്യൂൾ അല്ലായിരുന്നോ? ഹലോ, 3/2 kBT എന്ന് പറഞ്ഞത് E/N അല്ലായിരുന്നോ? നമ്മൾ അതിനെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഇതുകൊണ്ടല്ല മൾട്ടി. അപ്പൊ എനർജിയുടെ ഇക്വേഷൻ, ഇത് മൂവ് ചെയ്യുമ്പോഴുള്ള എനർജി എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് കൈനറ്റിക് എനർജി അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞേ ഹാഫ് എം വി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ടൈമിൽ കൊടുക്കുമ്പോൾ ഹാഫ് എം വിക്ക് വരെ തന്നെ കൊടുക്കണം, ഒന്നുമില്ല, വി ആർ എം എസ് സ്ക്വയർ. വി ആർ എം എസ് സ്ക്വയർ ഇനിയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, അതുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. Therefore 3/2 kBT equal to half m VRMS square. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. VRMS square is equal to 3 kBT by m അല്ലേ? 3 kBT divided by m. or VRMS കാണാൻ റൂട്ട് എടുക്കാം. VRMS is equal to square root of 3 kBT by m. This is the equation for VRMS. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കണേ? അതെ, 3 kBT by m, or നിങ്ങൾ എന്നാ ചെയ്തു, റൂട്ട് ഓഫ് 3 RT by m എഴുതി. അത് n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഇനി അവിടെ എങ്ങനെ എഴുതണം കേട്ടോ, ചുമ്മാ ആറാവൂല. n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? VRMS is equal to root of 3 into n into kBT divided by m. അപ്പൊ n into kBക്ക് പകരം നമുക്ക് എന്നാ കൊടുക്കാം? R എന്ന് കൊടുക്കാം. Then that is equation become root of 3 RT by m. ഇങ്ങനെ എഴുതിയെടുത്തത്, ഇതാ വളരെ എളുപ്പം. കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. കാർത്തി മനസ്സിലായില്ലേ? മായേഷ്
റിലേഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CP is equal to CV plus R, ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിനാദ്യം നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുന്നു. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ ബി. കുഴപ്പമൊന്നുമില്ലോ. ഇനി അതിൻ്റെ കോൺസ്റ്റന്റ് പ്രഷർ വേണേൽ ആദ്യം ചെയ്തേക്കാം. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ. Rate of change of heat with respect to constant pressure, specific capacity at constant pressure. CP is equal to delta U by delta T plus P delta V by delta T. That is number 1. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനെ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കുക. ഇത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയം എടുത്തു കഴിയുമ്പം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ എത്രയാവും? There is no change in volume. So delta Q equal to delta U or delta Q by delta T at constant volume is equal to delta U by delta T at constant volume. That is equation number 2. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കി, ഇവിടെ ഈ ടൈം അല്ലേ കിടക്കണേ. That means equation number 2. അപ്പൊ കൊടുത്താൽ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറ്റും. CP is equal to, ഇതെന്ന് പറഞ്ഞാൽ CV അല്ലേ, rate of change of heat delta Q by delta T at constant volume എന്ന് പറയുന്നത് CV. So CV equal to delta U by delta T ആണ്. So CP equal to CV plus P delta V by delta T. ഓക്കെ. ഇനി ആർന്ന് കിട്ടാൻ ഈ ഒരു ടൈമിനെ ആറാന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യും. By ideal gas equation, PV equal to nRT or PV is equal to RT. PV is equal to RT. Differentiate both sides. Delta change of PV is equal to delta of RT. In the differentiation, first into differential of second. Now P delta V plus second into differential of first. ആദ്യം ഇത് എഴുതുക, ഇതിന് ഡിഫറൻസ് എഴുതുക, പിന്നെ ഇത് എഴുതുക, ഇതിന് ഡിഫറൻസ് എഴുതുക. ഈക്വൽ ടു ആർ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആർ ഇൻറ്റു ഡെൽറ്റ ടി. നമ്മളിപ്പോൾ ചെയ്തു വന്നതിനകത്ത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ള കണ്ടീഷൻ കൊടുത്താൽ ഇത് നമുക്ക് ഈ ടേമാ കിട്ടണ്ടേ. വി ഡെൽറ്റ പി എത്രയാവും? ഈ ടൈം എത്രയാവും? കോൺസ്റ്റന്റ് പ്രഷറാണ്. ഡെൽറ്റ പി എത്രയാ? 0. അപ്പം പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി ഓർ ആർ ഡെൽറ്റ ടി കൊണ്ട് ഹരിച്ചാൽ പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതല്ലേ നമ്മുടെ ടൈം. സോ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ക്യാപിറ്റൽ. ചോദിച്ചാലേ ദിസ് ഈസ് മയേഴ്സ് റിലേഷൻ. ക്ലിയർ? Cp by Cv, that means specific heat capacity at a constant pressure divided by specific heat capacity at a constant volume is represented by the letter gamma. ഇത് രണ്ടും അറിയണം. Cp by Cv equal to gamma and Cp is equal to Cv plus R. Degrees of
ഫ്രീഡം. ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് എടുക്കുവാണ്. അതായത് ഏതുണ്ട്, എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഫ്രീ ആയിട്ടിരിക്കുവാണ്. ഓക്കെ, ഈ പാർട്ടിക്കിളിന് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം? എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പം എത്ര മോഡ് ഓഫ് ഇൻഡിപെൻഡന്റ് വേ, ദ ഇൻഡിപെൻഡന്റ് വേസ് ബൈ വിച്ച് എ മോളിക്യൂൾ ക്യാൻ മൂവ് ഓർ by which a molecule can possess energy. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ നമുക്കൊരു ഹാഫ് എം വി എക്സ് സ്ക്വയർ കിട്ടും അല്ലേ? ഇങ്ങോട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി വൈ സ്ക്വയർ കിട്ടും, ഇങ്ങോട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി ഇസഡ് സ്ക്വയർ കിട്ടും. അങ്ങനെ എത്ര ഡയറക്ഷനിൽ ഒരു ഇൻഡിപെൻഡന്റ് വേസിൽ, ഒരെണ്ണം മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലാത്ത എത്ര രീതികളിൽ എനർജിയുടെ കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട് എന്നതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എനിക്ക് ഒരു സെന്റൻസ് ആയിട്ട് ഞാൻ പറയാം, എഴുതിയെടുക്കുന്നുണ്ടോ? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ്. ഞാൻ ബുക്കിൽ കണ്ടില്ല വേറെ സെന്റൻസ്, അതുകൊണ്ട് എഴുതിയെടുത്തോ. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ്, ആ വാക്കില്ലെങ്കിൽ തെറ്റാകട്ടോ. ഇൻഡിപെൻഡന്റ് വേസ്, എത്രമാത്രം ഇൻഡിപെൻഡന്റ് വേകൾ ബൈ വിച്ച് a molecule can possess energy is called its degrees of freedom. എത്രമാത്രം ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്, എങ്ങോട്ടൊക്കെ പോകാം. ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിനെയാണ് നിങ്ങൾ DOF എഴുതിയ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? അല്ലേ ലക്ഷ്മി? DOF സ്റ്റാർ ഇട്ട് വെച്ചതല്ല കേട്ടോ, സ്റ്റാർ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച. ലക്ഷ്മി ഇട്ടപ്പിച്ചിരി കയറിപ്പോയത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് അങ്ങനെ എഴുതി വിട്ടു. സോ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു മോട്ടർ മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ ശരിക്കും നോക്കി എത്ര തരം എനർജി മോഡ് കാണും. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നീളപ്പാട്, എക്സിൽ മൂവ് ചെയ്യാം, വൈയിൽ മൂവ് ചെയ്യാം, ഇസഡിൽ മൂവ് ചെയ്യാം. അത് എപ്പോഴും 3 ട്രാൻസ്ലേഷണൽ മോഷൻ. ഇനി ഒരു ഡയാറ്റോമിക് അല്ലെങ്കിൽ രണ്ടാമത് റൊട്ടേഷണൽ കേസ്, റൊട്ടേഷണൽ മോഷൻ. അതുപോലെ തന്നെ മൂന്നാമതുള്ളൊരു കേസാണ് വൈബ്രേഷണൽ മോഷൻ. അപ്പൊ എത്ര തരമുണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നീളപ്പാട് അല്ലെങ്കിൽ എങ്ങോട്ടേലും മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു ആറ്റ ഇരിക്കുക, ഒരാറ്റ ഇവിടെയും ഒരാറ്റ ഇവിടെ. ഈ ആറ്റത്തെ നിന്നുകൊണ്ട് ഈ ആറ്റ ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ അതിന് അവിടെ ഒരു ഫ്രീഡം കിട്ടിയില്ലേ, അങ്ങനെയോടെ മൂവ് ചെയ്യാവുന്നൊരു മോഷൻ. അങ്ങനെ റൊട്ടേഷൻ മോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂട്ടും. ഒന്ന്. ഇനി ഇവിടെ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു വാട്ടർ ഇങ്ങനെ ഒരു H2O ഇങ്ങനെ ഇരിക്കുകയാണ്. H2O ഇരിക്കുമ്പം ഇതിന് ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യുക, ഈ ആറ്റങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആറ്റങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ വൈബ്രേഷണൽ മോഷൻ ഉണ്ട്. ഇതിനൊരു 2 മോഷൻ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായി? 3 2 5 1 6. ഓക്കെ, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ മുമ്പേ കണ്ടുവച്ച ഹാഫ് kBT കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, എന്നാ ചെയ്യണം? എത്രയാണോ നമ്മൾ ഒരു ഡിഗ്രീസ് ഓഫ് ഒരെണ്ണത്തിന്റെ എനർജി എത്രയാണ് നമ്മൾ ആദ്യം തെളിയിച്ചു വെച്ചേ? ഹാഫ് kBT എന്നല്ലേ, E/N ഓർക്കുന്നുണ്ടോ? E/N ഈക്വൽ ടു ഹാഫ് kBT, E is equal to half n kBT. ഒരു മോളിക്യൂൾ മാത്രം എടുക്കുമ്പോൾ. ഇനി അങ്ങനെ ഓരോ കേസിലും നമുക്ക് എടുക്കണം. മോണോ ആറ്റോമിക് കേസ് ആണെങ്കിൽ ഒരാറ്റം മാത്രമേ ഉള്ളൂ, മോണോ ആറ്റോമിക് കേസ്. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആയി. അപ്പൊ എത്ര വരും? 3 into half kBT. അതിനെയാണ് 3/2 kBT എന്ന് എഴുതണം. ക്ലിയർ? ഇനി ഒരെണ്ണത്തിന് ഡയാറ്റോമിക് ഗ്യാസ് ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ എങ്ങാനും ചോദിച്ചാൽ, ഡയാറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 2 ആറ്റം, ഇതിന് നടുക്കോട്ടൊരു സെൻറ്റർ ഓഫ് ആക്സ് എടുത്താൽ ഇതുപോലെ 3 രീതി ട്രാൻസ്ലേഷൻ പറ്റും. 3 ട്രാൻസ്ലേഷനും പറ്റും.
2 റൊട്ടേഷനും പറ്റും. അതായത് ഒന്ന് ഇങ്ങനെ ഒരു ആക്സിസ് നിന്നുകൊണ്ടും റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ ഇതേ തന്നെ ഇങ്ങനെ വട്ടം കിടന്നും കറങ്ങാം, ഈ ഒരു ആക്സിൽ കിടന്നു. സോ 2 റൊട്ടേഷൻ. അപ്പൊ ഡയാറ്റോമിക് കേസിന്റെ എത്രയാകും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3 2 5. അപ്പൊ എത്രയായിരിക്കും? 5 into half kBt or 5/2 kBt. Clear? In the case of diatomic. In the case 3 കേസുകൾ ഇന്ന പോളി ആറ്റോമിക് കേസ് 2 കൂടുതൽ എത്രയെങ്കിലും ഉണ്ടെങ്കിൽ, പോളി ആറ്റോമിക് ആകുമ്പം ഈ പറഞ്ഞ പോലെ 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും പറ്റും. 3 ട്രാൻസ്ലേഷനും പ്ലസ് താഴത്തോട്ട് ഇങ്ങനെയും കൂടെ വട്ടം കറങ്ങാം. ഇപ്പം 3 ആറ്റം ഉണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതേ നിന്നുകൊണ്ട് തന്നെ ഇതിനിങ്ങനെ കറങ്ങാം, ഇതേ നിന്നുകൊണ്ട് തന്നെ ഇതിനിങ്ങനെ കറങ്ങാം, മൊത്തമായിട്ട് കറങ്ങാം. 3 റൊട്ടേഷൻ കിട്ടും. ഇത് ഓർത്തിരുന്നാൽ മതി. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പം 6/2 kBt. Actually, this is the degrees of freedom. The number of independent ways by which a molecule can possess energy. ട്രാൻസ്ലേഷൻ 3 എണ്ണം, റൊട്ടേഷൻ എത്രയുണ്ടോ അത്രയും പറ്റും. ഇനി വൈബ്രേഷൻ ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ വൈബ്രേഷനും ഉണ്ടാവും. ഓക്കെ. മോണാറ്റോമിക് കേസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 3 ഉണ്ട്. അപ്പൊ 3/2 kBt പറ്റും. ഇപ്പം ഡയാറ്റോമിക് കേസിന്റെ കേസിൽ 3 ട്രാൻസ്ലേഷൻ 2 റൊട്ടേഷനും ആണെങ്കിൽ 5/2 kBt പറ്റും. പോളിയാറ്റോമിക് കേസിന്റെ കേസിൽ 6 ആണെങ്കിൽ 3 3 6 ആണെങ്കിൽ 6 kBt പറ്റും. ഓക്കെ. ന്യൂവിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 3/2 kBt, 5/2 kBt, 6/2 kBt in the case of monoatomic molecule, diatomic molecule, polyatomic molecule. Clear അല്ലേ? അതാണ് നിങ്ങൾ ഇനി ആ താഴത്തോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊരു മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസ് ചെയ്യാം. മോണോ ആറ്റോമിക് ഗ്യാസ്. മോണോ ആറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? അതാദ്യം പറഞ്ഞു. 3 ചോദിക്കുന്നതിന് മാത്രം മതി. 3. ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന് കിട്ടുന്ന എനർജി എത്രയായിരിക്കും? എങ്ങനെ നോക്കിയാലേ പഠിക്കുള്ളൂ. എനർജി ഓഫ് 1 മോളിക്യൂൾ എത്രയായിരിക്കും? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻറ്റു 1/2 kBt. That is equal to 3/2 kBt. ഒരു മോളിക്യൂളിന് അല്ലേ? ഇനി മ്യൂ മോൾ ഉണ്ടെന്ന് വെക്കുക. മ്യൂ മോൾസിന്റെ എനർജി എത്രയായിരിക്കും? അതിന് ഞാൻ യു എന്ന് എടുത്തു കഴിഞ്ഞാൽ that is equal to പറ ന്യൂ മോളിക്യൂൾ ഇൻറ്റു ഗുണിച്ചാ പോരെ. ഇനി ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കാലോ. ന്യൂ ഇൻറ്റു Na ഇൻറ്റു 3/2 kBt അല്ലേ? That's equal to 3/2 mu RT. ശരിയല്ലേ? Na kBനെ നമുക്ക് 6 കൊണ്ട് എഴുതാം. അപ്പൊ എങ്ങനെ കിട്ടി? മ്യൂ മോൾസിന്റെ എനർജി എന്ന് പറയുന്നത് 3/2 mu RT എന്ന് കിട്ടി. ഇനി സി പിയും സി വിയും കാണുന്നു. സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV + R ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ CV കിട്ടിയാൽ സി പി കണ്ടുപിടിക്കാം. അപ്പൊ CV എന്ന് പറഞ്ഞാല് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലേ? അപ്പം CV is equal to നിങ്ങൾ നോക്കിയേ ΔU/ΔT അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു 1/μ. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ ഞാനിത് പഠിപ്പിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു ഇക്വേഷൻ നമ്മുടെ ഉണ്ടായിരുന്നു. എത്ര മോളുണ്ടോ ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ ΔQ/ΔT എന്നായിരുന്നു. അല്ലെങ്കിൽ ΔQ = ΔU + P ΔV അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ ഈ ടൈം എങ്ങനെയായി പോവും?
0 ആയി. അപ്പൊ പിന്നെ എന്നാ ഉള്ളൂ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സി വി ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഉള്ളൂ. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലോ? കഴിഞ്ഞ ചാപ്റ്റർ ഒന്നും വേണ്ട, ഇവിടെ തന്നെ പഠിപ്പിക്കാനുള്ളൂ. അത് കോൺസ്റ്റന്റ് വോളി ആയതുകൊണ്ട് ഇവിടെ സി വി എന്ന് കിട്ടും. ഇനിയിപ്പോ ഡെൽറ്റ യുവിന് വരെ ഇവിടെ എന്നാ കിടക്കണത്? ഉണ്ടോ? 3/2 മ്യൂ ആർ ടി എന്ന് കൊടുക്കണം അല്ലേ? അപ്പൊ 1 മ്യൂ ഇൻറ്റു ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി നമുക്ക് ഡെറിവേറ്റീവ് ആയിട്ട് ഡി ബൈ ഡി ടി ഓഫ് 3/2 മ്യൂ ആർ ടി. ഓക്കെ, ഇതിനകത്ത് കോൺസ്റ്റന്റുകൾ പുറത്തെടുക്കാം. 1 മ്യൂ ഇൻറ്റു 3/2 ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി. മ്യൂവും വെട്ടിപ്പോയി. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഡി എക്സ് ബൈ എക്സ് എന്നാ അറിയാവോ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1, ഡി ടി ബൈ ഡി ടി 1. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എനി വാല്യൂ വിത്ത് റെസ്പെക്ട് ടു അത് തന്നെ എത്രയാണ്? 1. സെക്കൻഡ് ഇയറിലെ പഠിക്കുള്ളൂ, +2. അപ്പൊ മിച്ചം എത്രയേ ഉള്ളൂ? 3/2 r. കണ്ടോ? അപ്പൊ സി വി എത്ര കിട്ടി? 3/2 r കിട്ടി. അങ്ങനെയെങ്കിൽ സി പി എത്രയാണ്? സി പി ഈക്വൽ ടു 3/2 r പ്ലസ് ആർ അല്ലേ? ഈ രണ്ടിങ്ങും കൊണ്ടേ ഗുണിച്ചു കഴിഞ്ഞാൽ 3r പ്ലസ് 2r/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 r സി പി. ഇനി നിങ്ങൾ നോക്കി, ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സി പിയും സി വിയും മോണോആറ്റോമിക്കിന്റെ കേസിൽ അല്ലേ? സി പി 5/2 r, സി വി സി വി 3/2 r. ഇനി അതിന്റെ ഗാമായ ചോദിക്കുന്നെങ്കിലോ? സി പി ബൈ സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 r ഡിവൈഡഡ് ബൈ 3/2 r ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/3 എന്ന് കിട്ടും. അപ്പൊ മനസ്സിലായോ എന്നെ എളുപ്പമാണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാന്ന് എഴുതുക കാർത്തി. അതിനെ ½ kBT കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ഇനി ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഡെറിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. മ്യൂ മോൾ ഉണ്ടെങ്കിൽ മ്യൂ ഇൻറ്റു എൻ എ, അതാണ് ടോട്ടൽ ആറ്റ്. ഒരു മോളിൽ എത്ര ഇതുണ്ടെന്ന് വെച്ചാൽ അവഗാഡ്രോ കൊണ്ട് ഗുണിക്കണം. അപ്പൊ എൻ എ ഇൻറ്റു കെ ബി ആറായിപ്പോ. അല്ലെ ഇവിടെ എത്ര കിട്ടുന്നോ അതിനെ നേരിട്ട് അതേ മ്യൂ ആർ ടി എന്ന് എഴുതിയാലും മതി. 3/2 kBT എന്നുള്ളത് 3/2 മ്യൂ ആർ ടി എന്നാവും. അപ്പം ഡയാറ്റോമിക്ക് നമ്മൾ 5 അല്ലേ മുമ്പേ പറഞ്ഞ. അപ്പൊ ഇത് എത്രയാവും? 5/2 മ്യൂ ആർ ടി. പിന്നെ ഇതുപോലെ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ ഉത്തരം 7/2 എന്നുണ്ടാവും. മനസ്സിലായോ? 7/5 എന്നാവും. ഡയാറ്റോമിക്കിന്റെ അവിടെ ചെയ്ത് കാണിക്കണോ? നിങ്ങളുടെ അതിന്റെ കേസിൽ ഹെഡിങ് തന്നെയാണ് മോണോ ആറ്റോമിക് കേസിന്റെ കേസിൽ 5/2 ആർ ടി, സി വി ഈക്വൽ ടു 5/2 ആറോ? അത് തെറ്റുണ്ടല്ലോ അതിനകത്ത്. ആ പേജിന്റെ ബാക്കിയായിട്ട് അത് ചെയ്തേക്കുന്നെങ്കിൽ അത് തെറ്റാ കേട്ടോ. ഞാൻ ഡയാറ്റോമിക്കിന്റെ ഇത് കാണിക്കാം. ഡയാറ്റോമിക് മോളിക്യൂൾ. അതായത് നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവിടെ കണ്ടോ, ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. നോൺ റിജിഡ് ഡയാറ്റോമിക് ഗ്യാസ് എന്ന്. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഡയാറ്റോമിക് ഗ്യാസ്. ഇവിടെ നമ്മൾ ഡയാറ്റോമിക് ഗ്യാസ് എടുത്തു. നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമ്മൾ ഡയാറ്റോമിക് കേസിന്റെ പറഞ്ഞത്, ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ പറഞ്ഞത് പറ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? 5 അല്ലേ? 2 ആറ്റം ആകുമ്പത്തേന് 3 ട്രാൻസ്ലേഷണൽ മോഷനും പ്ലസ് 2 റൊട്ടേഷണൽ മോഷനും. അപ്പൊ 5 ആയി. ഇനി മുമ്പത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്തു. അങ്ങനെയെങ്കിൽ എനർജി ഓഫ്
1 ആറ്റത്തിന്റെ എത്രയാണ് എനർജി ഓഫ് 1 മോളിക്യൂൾ equal to degree of freedom into half kBt. That is equal to 5/2 kBt. ഇനിയാണ് നമ്മൾ എഴുതിയത് if there are mu moles അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് U ആണെങ്കിൽ U is equal to 5/2 mu Na kBt. ഓക്കെ, ഒരു മോളിക്കൂളില് Na നമ്പർ, ഒരു മോളില് അവഗാഡ്രോ നമ്പർ ഓഫ് n ക്യാപിറ്റൽ സോറി അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. സോ U is equal to 5/2 mu Na kBt. ഇനി മുമ്പേ ചെയ്തപോലെ തന്നെ Cp is equal to Cv plus R. Cv at constant volume. പഠിക്കാനൊന്നും കണ്ട മറ്റേ എഴുതിയാലും മതി. ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. at constant വോളിയം ആകുമ്പോൾ ഇത് 0 ആയി പോകും. സോ ഡെൽറ്റ Q ബൈ ഡെൽറ്റ T എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഡെൽറ്റ U ബൈ ഡെൽറ്റ T. ദാറ്റ് ഈസ് Cv. അപ്പൊ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ Cv ഈക്വൽ ടു delta U by delta T, that's equal to T by dt of 5/2 mu Na ക്ക് പകരം തന്നെ എടുക്കാം, അല്ല mu kb ക്ക് എന്ന് പറയുമ്പോൾ തന്നെ എടുക്കാം, R എടുക്കാം അല്ലേ. അപ്പം 5/2 R കേട്ടോ. Cv എന്ന് പറയുമ്പം 1/mu ഇൻറ്റു ആയിരുന്നല്ലേ, ശരിയല്ലേ നോക്കിയേ. 1/mu ഇൻറ്റു എന്ന ഒരു 1/mu നമ്മൾ എഴുതാതെ പോയി, സോറി. 1/mu ഇൻറ്റു mu R T എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഒന്നുമില്ല. T 1/mu ഇൻറ്റു 5/2 mu R ഇൻറ്റു dt by dt. ഡെറിവേറ്റീവ് ഓഫ് T വിത്ത് റെസ്പെക്ട് ടു T 1 ആണ്. മ്യൂ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 5/2 R എന്ന് കിട്ടും Cv. അപ്പൊ Cp എത്രയാണ്? Cv പ്ലസ് R. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 R പ്ലസ് R. 2 കൊണ്ട് ഗുണിച്ചാൽ 5 2 7 7 R/2. അപ്പം Cp by Cv equal to 7/2 R divided by 5/2 R. That is equal to 7/5. അത് ഡയാറ്റോമിക്കിന്റെ കേസാണ്, പക്ഷെ നിങ്ങളത് മോണാറ്റോമിക്കിന്റെ കേസിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്നാ സിമ്പിളാന്ന്? ഇത് എഴുതിയെടുത്തായിരുന്നു ഇത് മുഴുവൻ. If degrees of freedom 7 ആന്നിരിക്കട്ടെ, what is the ratio of Cp by Cv? ഇങ്ങനെ ചോദ്യം തന്നെ. ഒരു consider a polyatomic a molecule in which the degrees of freedom is 7. Then what is the ratio of Cp by Cv? ചെയ്തേ, എങ്ങനെ ചെയ്യും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7 കിട്ടിക്കഴിഞ്ഞാൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എത്രയാവും? 7/2 kBt ആവും അല്ലേ. ഇതിനെ തന്നെ നമ്മൾ മ്യൂവിന്റെ ഒക്കെ ടൈമിൽ എഴുതുമ്പം 7/2 RT എന്ന് പറഞ്ഞ് അങ്ങ് പോവല്ലായിരുന്നു. ഇതിനെ ഡിഫറൻഷിയേറ്റും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Cp എങ്ങനെ കിട്ടും, അല്ല Cv എങ്ങനെ കിട്ടും? 7/2 R എന്ന് കിട്ടും അല്ലേ. ഒരു വേ മനസ്സിലായപ്പോൾ വളരെ എളുപ്പമാണ്. Cv എങ്ങനെ കിട്ടും?
7/2 R. അപ്പൊ CP എത്ര കിട്ടും? 7/2 R plus R. That is equal to 7R plus 2R by 2. That is equal to 9R by 2. ശരിയല്ലേ? അപ്പൊ CP by CV എത്രയാണ്? 9R by 2 divided by 7R by 2. That is equal to 9/7. കണ്ടോ നിങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്? വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ കിട്ടിയോ കാർത്തി ഐഡിയ? അപ്പം ഇപ്പം CP by CV എന്ന് പറഞ്ഞാല് ഇപ്പം N ആ തന്നിരിക്കുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഒരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം. N ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്കിൽ ഉണ്ടോ CP അത് വെച്ച് തന്നെയായിരിക്കും അല്ലെ CV എന്ന് പറയുന്നത്. അതേ ബൈ 2 N/2 R ആയിരിക്കും CV. CP എത്രയായിരിക്കും? ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം, പ്ലസ് R ചെയ്യുമ്പോൾ 2 അങ്ങ് പോകും. അപ്പം N+2. CP എന്ന് പറയുന്നത് N+2/2R ആയിരിക്കും. ഗാമ ചെയ്യുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. N+2 മൂളി വരും. N+2/N. ഇത്രയും അറിഞ്ഞാൽ ഏത് ആറ്റത്തിൻ്റെ എഴുതാം. ഇതല്ലേ ഈ പറഞ്ഞതിന്റെ ജനറൽ കേസ്. 7 ആണെങ്കിൽ 7/2 CV വരും. അതിൻ്റെ കൂടെ ഒരു ആറോടെ കൂട്ടി കഴിയുമ്പോൾ 2 അങ്ങ് കൊണ്ടേ ഗുണിക്കും. അപ്പം 9R/2 CP വരും. ഉണ്ടാവും. അപ്പം ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണെന്നിരിക്കട്ടെ, മുമ്പേ പറഞ്ഞ കേസ്. അപ്പൊ CP എത്രയായിരിക്കും? 5/2R. ഇത് എത്രയായിരിക്കും? 7/2R. ഇത് എത്രയായിരിക്കും? 7/5. ശരിയല്ലേ? മനസ്സിലായോ? ഏതും എഴുതാം, വളരെ സിമ്പിൾ ആയിട്ട്. ഈ ഒരു ഇക്വേഷനോട്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്താൽ മനസ്സിലായി. ഇത് എഴുതിയത് വാട്ടറിന്റെ കേസിൽ എഴുതി മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയും, ഇല്ലെന്ന് പറയും. അതായത് 3 ആറ്റം ഉണ്ട്, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. 3 എണ്ണത്തിന് 3 മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. വൈബ്രേഷൻ കാര്യം അത് സ്പെഷ്യൽ കേസ് ആയിട്ട് ഞാൻ പറയുക. അപ്പൊ എത്ര വരും ഡിഗ്രി ഓഫ് ഫ്രീഡം? 9. അപ്പം എനർജി എത്രയാകും? അല്ലെങ്കിൽ CV എത്രയാകും? 9/2 RT അല്ലെ 9/2 R ആവും. CP എന്ന് പറഞ്ഞാൽ CV + 1 അല്ലെങ്കിൽ CP = CV + R. സോറി. അപ്പം 9/2 R + R. 9 2 11/2 R. അപ്പൊ CP by CV എത്രയാകും? ഗാമ CP by CV = 11/9. വാട്ടർ മോളിക്യൂളിനെ ഒരു സോളിഡ് ആയിട്ട് എടുത്താൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ കേസാണ്.